വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മോട്ടോ വ്ളോഗ് കേട്ടോ. അപ്പം നമ്മുടെ ന്യൂ ബൈക്ക്, ന്യൂ POV. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് ഒരു 5-6 മാസമൊക്കെ ആയി. പക്ഷേ ഇപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ കുറേ തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നൊരു ഫ്രീ ഡേ കിട്ടിയപ്പോൾ നമ്മളൊരു റൈഡ് പിടിച്ചേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വാഗമൺ ഉപ്പുതറ റൂട്ടാട്ടോ. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ കട്ടപ്പന ചെന്നിട്ട് അവിടെ അടുത്ത് മേട്ടുക്കുഴി എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ചെറിയ ഓഫ് റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 2-2.5 കിലോമീറ്ററിനേ ഉള്ളൂ ഓഫ് റോഡ്. അപ്പോൾ അതൊക്കെ ഇങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പനയുടെ ഒക്കെ ഒരു വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. യെസ്, അപ്പം നമ്മൾ നമ്മുടെ കേരളത്തിലെ ഇതുപോലെയുള്ള റോഡുകളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ അഡ്വഞ്ചർ ബൈക്ക് എടുത്തത്. അപ്പം ഞാൻ ബൈക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിൽ പറയുന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ കൂടെ അഖിലുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാട്ടോ ഈ ഒരു വണ്ടി എടുത്തത്. യെസ്, അപ്പം നമ്മുടെ മൺസൂണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈബൊക്കെ പിടിച്ച് ഒരു റൈഡ് പോകുമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ ഇന്നിപ്പം മഴയൊന്നുമില്ല. നമ്മുടെ ജൂൺ പകുതിയൊക്കെ ആയി. പക്ഷെ എന്നാലും ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ ക്ലൈമറ്റ് ഒന്നും ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഇപ്പോൾ. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ലോങ് റൈഡ്സ് ഒന്നും ചെയ്തില്ല. എന്നാൽ കുറച്ച് ഓഫ് റോഡ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 5-6 ട്രെയിൽസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മുടെ ഇടുക്കി സൈഡ് തന്നെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ലോങ് റൈഡ് പോകാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പം പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ട് 6 മാസമായി. പക്ഷേ അതിലൊരു 1 മാസം നമ്മൾ നേപ്പാളിലായിരുന്നു കേട്ടോ. നേപ്പാളിൽ യാത്രയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം കാണാത്തവർ ഡു വാച്ച് ഇറ്റ്. യെസ്, നല്ല ബ്യൂട്ടിഫുൾ റോഡ്സ്. അപ്പോൾ ഒരുപാട് കോടയും മഞ്ഞൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പും ഇതൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പോകുന്ന ഒരു വ്യൂ പോയിന്റിൽ ഒരുപാട് കോടയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റിലുള്ളൊരു വ്യൂ പോയിൻറ്റും അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അറ്റത്തായിട്ടൊരു കല്ലുണ്ട് കേട്ടോ. നമ്മുടെ കൊടൈക്കനാലിലെ ഡോൾഫിൻ നോസ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് തള്ളി നിൽക്കുന്ന ഒരു പാറക്കല്ല്. അപ്പം അതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറ്റി വെക്കാനൊക്കെ പറ്റും. പക്ഷെ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അതെ, ഇവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്ത് പോയ ലക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പം ചെറിയ കൂടെയൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ടപ്പന എത്തി. അവിടുന്ന് കുമിളി റൂട്ടിൽ കയറി കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററാണ് നമ്മുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ കാര്യം പറഞ്ഞാൽ നേരത്തെ ഒരു തവണ വന്നിട്ടുണ്ട്. പക്ഷേ കട്ടപ്പനയിൽ നിന്ന് മാപ്പിടാണ്ട് പോകാൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മാപ്പ് കിട്ടിയിട്ടുണ്ട്. മേളിലൊരു മല കാണുന്നുണ്ടല്ലോ ഗായ്സ്, അതാണോ? ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. കാരണം അതിൻ്റെ മേളിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് കട്ടപ്പന ടൗണൊക്കെ കേട്ടോ. അപ്പോൾ ഓ മൈ ഗോഡ്, ഇപ്പം കമ്പിയുടെ അറ്റത്തിരുന്നേനെ ഗായ്സ്. ഈ റൂട്ടൊക്കെ ഞാൻ ഓർക്കുന്നു ഇപ്പോൾ നേരത്തെ വന്നത്.
അന്ന് നമ്മൾ വന്നത് ഹിമാലയനായിരുന്നു കേട്ടോ. ഒരു 3 വർഷം അല്ലെങ്കിൽ 3-4 വർഷം മുന്നെങ്കിലും കേട്ടോ വന്നേ. അപ്പോൾ നമ്മൾ മുമ്പേ ഇടത് സൈഡിൽ കണ്ട ആ ഒരു മല തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മാപ്പിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് വരുന്നത്. അപ്പം ജിയോഗ്രഫിക്കലി അത് തന്നെയായിരിക്കണം. ഏലക്കാടുകളാട്ടോ ഈ മേളിലും താഴെയും കുറേ ഏലമാണ്. കട്ടപ്പന സൈഡിൽ ഒരുപാട് ഏലത്തോട്ടങ്ങളുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു ഡാർക്ക് മൂഡി വൈബാണ് ഇങ്ങോട്ട് കയറിയപ്പം. ഇതിപ്പോൾ കോൺക്രീറ്റ് വഴിയാണ്, വീണ്ടും ടാർ റോഡ് വന്ന് ഗൈസ്. ക്ലൈംബ് കേട്ടോ, നമ്മളൊരു 1.5 കിലോമീറ്ററായിട്ട് ക്ലൈംബ് കയറുവാണ്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഇത്ര ഒരു കയറ്റമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് തന്നെയാണ് വഴി. അതുകൊണ്ട് മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല വ്യൂ കേട്ടോ. പക്ഷെ ആ ഒരു വ്യൂ തന്നെയാണ് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ ചെല്ലുമ്പോൾ കാണുന്നത്. സോ നമ്മൾ ഇവിടെ നിർത്തുന്നില്ല, സ്ട്രെയിറ്റ് ടു വ്യൂ പോയിന്റ്. യെസ്, ഈ ലെഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു വിശ്വാസപ്പുറത്ത് നമ്മളങ്ങ് പോവാട്ടോ. മഴ പെയ്തതിൻ്റെ ചെളിയൊക്കെ കാണാനുണ്ട്. ഇത് ചെളി. ഓഫ് റോഡ് കയറി ആ ഇറങ്ങാൻ നേരത്ത് ABS മോഡ് ഓഫാക്കിയതാട്ടോ. അതായത് ബാക്കിലെ ABS ഓഫാക്കി ഇട്ടേക്കുന്നതാണ്. കാരണം നമ്മൾ ഓഫ് റോഡ് ഇതുപോലെ ഇറങ്ങി പോകുമ്പോഴത്തേനും നമുക്ക് ബാക്കിലെ ABSൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് ഓഫാക്കി ഇടുന്നത്. നമ്മുടെ ബാക്ക് ടയർ അത്യാവശ്യം നന്നായിട്ട് തെന്നി കളിക്കുന്നുണ്ട്. ഇതിപ്പം ഇന്നലെ പെയ്ത മഴയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിൻ്റ് എത്തിരിക്കുകയാണ് ഗൈസ്. ഓ നല്ല ചെളിയായിരുന്നേ.
അയ്യോ അവൻ്റെ കാല് നോക്കാൻ പോയതാ. ഇത് എടത്ത വ്യൂ പോയിന്റ് എത്തി. പിന്നെ ഇതാണ് വഴി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പണ്ട് വന്ന ആ ഒരു ഓർമ്മയിൽ. അയ്യോ എവിടെ വഴി? അങ്ങനെ അതെ നമ്മൾ അവിടുന്ന് വണ്ടി ഇറക്കി ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. ഇനിയിപ്പം മേട്ടിക്കുഴിയുടെ ആ ഒരു പക്ക വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് വ്യൂ പോയിൻ്റ് അല്ല, ഫോട്ടോ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു പാറ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ആ പാറയിൽ കൊണ്ട് വെക്കും. അപ്പോൾ സംഭവം കുറച്ച് റിസ്ക്കാണ്, ആരും ഇത് അനുകരിക്കരുതെന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് കയറുവാണ്. എന്താ ഇവിടെ പ്രശ്നം? ആ പോട്ടെ, കൈ കൊടുത്തോ. യെസ്. ഗൈസ് നമ്മളങ്ങനെ മറിഞ്ഞു വീണു. സ്ലഷ് ആയിരുന്നു ഗൈസ്, സ്ലഷ്. അവിടെ നല്ലൊരു നമ്മുടെ ഫ്രണ്ട് ടയർ കണ്ടോ ചെളി പിടിച്ചിരിക്കുന്നത്. ആ ചെളിയിൽ വന്നിട്ട് ഫ്രണ്ട് ടയർ ലോക്കായി. ആ പൊക്കടാ, പിടിച്ചില്ല. അങ്ങനെ ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകട്ടോ. അവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നടുക്കൂടെ പോകാൻ നോക്കിയാണേ. അപ്പോൾ അവിടെ നല്ല ചെളിയായിരുന്നു. ഫ്രണ്ട് ടയർ നേരെ ചെന്ന് ചെളിയിൽ ലോക്കായി പോയി. യെസ്, മഴയും കൂടെ വേണ്ടതായിരുന്നു ഗൈസ്. അങ്ങനെ ദേ നമ്മൾ കാക്കാട്ടുകട എത്തിയിട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്തൊരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുമ്പോൾ അഞ്ചുള്ളി തുരുത്തിലേക്കുള്ള വഴിയാട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെയും കൂടെ കയറിയിട്ടാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. അപ്പോൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കും കേട്ടോ. നല്ല തണുപ്പുണ്ട്. ആ കോടൊക്കെ അങ്ങ് ഇറങ്ങി, മഴ പെയ്തുകൊണ്ട് ആ കോടൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ഒരുമാതിരി. അപ്പം ഇത് കാഞ്ചിയാർ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയാണ്. അപ്പോൾ കാഞ്ചിയാറിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ, കാഞ്ചിയാർ ഫോറസ്റ്റ് സ്റ്റേഷൻ. മഴ ചെറുതായിട്ട് കൂടുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം. മഴ ലേശം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ എക്കോ ടൂറിസത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. മുനമ്പ് എക്കോ ടൂറിസം അങ്ങനെ എന്തോ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ടാണോ കയറേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ മേളിൽ വണ്ടി വെച്ച് 50 രൂപ പാസ്സും എടുത്ത്
നടന്നിറങ്ങി വന്ന കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ നടന്നിറങ്ങാനുണ്ട്. അപ്പം 40 രൂപ കേട്ടോ എൻട്രി ഫീസ്. 10 രൂപ വണ്ടിയുടെ പാർക്കിംഗ് ആണേ. അങ്ങനെ 50, 100 കൊള്ളാട്ടോ. നല്ല വൈബ് ലൊക്കേഷൻ. മഴയൊക്കെ ആയതുകൊണ്ടും വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ കാണുന്ന ഒരു ചെറിയ കടലിലൂടെ ഇറങ്ങി വന്ന കേട്ടോ. ഇതാണ് അഞ്ചുള്ളി തുരുത്ത്. കണ്ടോ, ആ ഒരു ചെറിയ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള കൂടെ കണ്ടു. അപ്പം നമ്മുടെ അഞ്ചുള്ളി ടണൽ വരുന്നത് അവിടെ ആണ്. അപ്പം അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ വന്ന വഴി തന്നെ പോയാൽ മതി. അങ്ങനെ നമ്മൾ അഞ്ചുള്ളി ടണലും ഒക്കെ കണ്ട് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് എന്ന് പറഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴത്തേനും റിട്ടേൺ എത്താമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ വൺ സൈഡ് ഏകദേശം 125 കിലോമീറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം സ്ട്രെയിറ്റ് ടു ഹോം നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ, അതായത് വാഗമൺ റൂട്ട്. അപ്പോൾ എന്താണേലും ഇതുപോലെയുള്ള റൈഡുകൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ സീ യു, ബൈ.